കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ? ഇല്ല, സ്ക്രീനിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പളോ? ഇപ്പളോ? അപ്പൊ കേൾക്കുന്നുണ്ട്. നേരത്തെ മ്യൂട്ടായി പോയതാണ് കേട്ടോ. ഒരു മിനിറ്റ്, ഇവിടെ ബാങ്ക് കേട്ടോ. ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ ബാങ്ക് തീർന്നിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എത്തിയത് ഈ ക്വസ്റ്റ്യൻ വരെല്ലാം എത്തി. കഴിഞ്ഞ ക്ലാസ്സിൽ ആണ് തോന്നുന്നത് അല്ലേ? അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, സ്കൂൾ ഫോർ സ്കാൻഡൽ. സ്കൂൾ ഫോർ സ്കാൻഡൽ, വാട്ട്സ് മീനിങ് സ്കൂൾ ഫോർ സ്കാൻഡൽ? നമുക്ക് ഒരു ടൈപ്പ് ഓഫ് കോമഡി പഠിക്കാനുണ്ടായിരുന്നു, റെസ്ട്രേഷൻ കോമഡി. ആർക്കും ഓർമ്മയുണ്ടോ റെസ്ട്രേഷൻ കോമഡി? ആർക്കും ഓർമ്മ ഉണ്ടോ? നമ്മൾ പഠിച്ച സാധനം തന്നെ ആവുമല്ലോ. റെസ്ട്രേഷൻ കോമഡി എന്ന സാധനം പഠിച്ചില്ലേ? ഇതാരത് പോയാ? ആരെഴുതിയ വർക്കാണ് സ്കൂൾ ഫോർ സ്കാൻഡൽ? ഷെരിഡൻ്റെ വർക്കാണ് അല്ലേ? റിച്ചാർഡ് ബ്രിൻസ്ലി ഷെരിഡൻ എന്ന് പറഞ്ഞ ഒരു റൈറ്ററുടെ വർക്കാണ് സ്കൂൾ ഫോർ സ്കാൻഡൽ. ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് കോമഡി ഓഫ് മാനേഴ്സ് ഓർ റെസ്ട്രേഷൻ കോമഡി. അതായത് നമുക്കറിയാം, കിങ്സ് ചാൾസ് സെക്കൻഡ് നമ്മുടെ മൊണാർക്ക് രജിസ്റ്ററിന് ശേഷം ഒരുപാട് പെട്ടെന്ന് അങ്ങോട്ട് നമ്മളെ തിയേറ്ററിലും ഒക്കെ തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തിന് ക്ലാസ് സ്ട്രക്ചറും ഒരു ക്ലാസ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആര്? നമ്മുടെ ഇയാൾ ചാൾസ് സെക്കൻഡ്. ബിക്കോസ് ചാൾസ് സെക്കൻഡ് കെയിം ഫ്രം വെയർ? ഫ്രാൻസിൽ നിന്നാണ് ചാൾസ് സെക്കൻഡ് ഇങ്ങോട്ട് വരുന്നത്. സോ ഇൻ ഫ്രാൻസ് ദർ ഫോളോയിങ് ലൈക്ക് ക്ലാസ് സ്ട്രക്ചർ ആൻഡ് ഓൾ. സോ ചാൾസ് സെക്കൻഡ് വന്ന സമയത്ത് അവിടെ അങ്ങനെ കുറച്ച് ഐഡിയാസും കൂടി കൊണ്ടാണ് ചാൾസ് സെക്കൻഡ് നമ്മൾ ഇംഗ്ലണ്ടിലേക്ക് വരുന്നത്, ടു റൂൾ ദ കിങ്ഡം. അതിൽ പെട്ടൊരു സംഭവമായിരുന്നു ഈ ക്ലാസ് സിസ്റ്റം, അങ്ങനെ സംഭവങ്ങളൊക്കെ. സോ സം റൈറ്റേഴ്സ് ഇൻ ഇംഗ്ലണ്ട് are not ready to accept that. So they are going to mock the class structure and they are going to mock അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവർ ഭയങ്കര കളിയാക്കണം എന്നുള്ള സിസ്റ്റത്തോടു കൂടി എഴുതിയ വർക്കുകളാണ് എന്ത്? റെസ്ട്രേഷൻ കോമഡി ഓർ കോമഡി ഓഫ് മാനേഴ്സ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് വർക്ക്സ് വി ക്യാൻ സീ ദാറ്റ് സോഫിസ്റ്റിക്കേറ്റഡ് ക്യാരക്ടേഴ്സ്, സോഫിസ്റ്റിക്കേറ്റഡ് ഡയലോഗ്സ്, അത് ഭയങ്കര ഈ ഒരു നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ അടുത്തൊരു ഇത് വരുന്നുണ്ട്, ഇമ്പോർട്ടൻസ് ഓഫ് ബിഗിനേഴ്സ് എന്ന് പറഞ്ഞൊരു ഇത് വരുന്നുണ്ട്. ഇതിലെന്താ വെച്ചാൽ ഇതിൽ ഒരു ഇതുണ്ട്, ജാക്ക് വേർത്തിങ്ങും അതുപോലെ തന്നെ മറ്റേ ഏണസ്റ്റും, ജാക്ക് വേർത്തിങ്ങും അതുപോലെ തന്നെ ഇയാളും അവർ അൽജോൺ മോൺഗ്രീഫ് എന്ന് പറഞ്ഞ രണ്ടാളുണ്ട്. ഇവർ രണ്ട് പേരുടെയും മെയിൻ ഉദ്ദേശം എന്താണ്? അതിലൊരു ഇതുണ്ട്, ഒരു ലേഡി ഉണ്ട്, ഗോണ്ടോളൻ ഫെയർഫാക്സും ആൻഡ് സിസിലി. ഇവർ 4 പേരാണ് ഇതിൽ.
അപ്പോൾ ഈ സിസിലിയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഏണസ്റ്റ് എന്ന് പേരുള്ള ഒരാൾ വിവാഹം കഴിക്കുക. നമ്മളെ സംബന്ധിച്ച് ആളെ സ്വഭാവമോ അല്ലെങ്കിൽ ആളെ ക്വാളിറ്റീസ് ഒന്നും നമുക്ക് പ്രശ്നമില്ല. അവിടെ എന്ത് മാത്രമായാൽ മതി, പേര് ഏണസ്റ്റ് എന്ന് മാത്രമായാൽ മതി. സോ അങ്ങനെയൊക്കെ ഒരു സംഭവമുള്ള സമയമായിട്ടുണ്ട് ഈ രജിസ്ട്രേഷൻ പീരീഡ് എന്ന് പറയുന്നത്. സോ അറ്റ് ദാറ്റ് ടൈം കോമഡി ടൈപ്പ് ഓഫ് കോമഡി മേഴ്സ്, ദാറ്റ് ഈസ് കോൾഡ് വാട്ട് കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കാം. So the school force canal example is an example of what comedy of manners. In this text, in this drama, the main characters are Peter Teasel, Lady Teasel, then Sir Oliver Surface, Joseph Surface, Charles Surface, Maria, Lady Sneerwell, Sir Benjamin Backbiter, Sir Harry Pumber, Careless. ഇതിൽ ജോസഫ് സർഫേസ് എന്താണ്, കുറച്ചൊരു അംബീഷ്യസ് ആയാലാണ്. അയാൾക്ക് എന്ത് ചെയ്യലും കുഴപ്പമില്ല, അയാൾക്ക് കിട്ടാൻ സിസ്റ്റമാണ്. പക്ഷേ ചാൾസ് ഭയങ്കര നേരെപ്പോ ആ ടൈപ്പ് ക്യാരക്ടറാണ്. സോ മരിയക്ക് ജോസഫിന് ആരും ഇഷ്ടകരം, മരിയന് ഇഷ്ടകരം. പക്ഷെ മരിയക്ക് ആരും ഇഷ്ടം, ചാൾസ് ഒന്നും കൂടി ഇഷ്ടം. അങ്ങനെ അവൾ കിട്ടാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ പോകുന്ന ഒരു ഡ്രാമയാണ് എന്ത് സ്കൂൾ ഫോഴ്സ് സ്കാനൽ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ വന്ന് കണ്ടിട്ടുള്ളൂ. ഒരു പ്രാവശ്യം ചോദിച്ചത് ഈ സ്കൂൾ ഫോഴ്സ് സ്കാനൽ ഇസ് എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് കോമഡി, റെസ്റ്റോറേഷൻ കോമഡി ഒന്നുണ്ടായിരുന്നത് കോമഡി ഓഫ് മാനേഴ്സ് എന്നായിരുന്നു അന്ന് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടായിരുന്നത്, റെസ്റ്റോറേഷൻ കോമഡി എന്നല്ല. സോ കോമഡി ഓഫ് മാനേഴ്സ് ആയാലും റെസ്റ്റോറേഷൻ കോമഡി ആയാലും സെയിം ആണ്, ഒരു മാറ്റമൊന്നുമില്ല. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഇതിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ പേരും ഒന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് എന്ന് പറഞ്ഞാൽ അനദർ ടൈപ്പ് ഓഫ് കോമഡി ഓഫ് മാനേഴ്സ്. അനദർ എക്സാമ്പിൾ ഓഫ് കോമഡി ഓഫ് മാനേഴ്സ് ഓർ റെസ്റ്റോറേഷൻ കോമഡി that emerged in that era. Okay. The importance of being as a trivial comedy for serious people is a play by Oscar Wilde. അതിൻ്റെ ഒരു അനദർ നെയിമാണ് കേട്ടോ. അതായത് ആ പ്ലേയുടെ ഒരു വേറൊരു പേരും കൂടി കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണ്, എ ട്രിവിയൽ കോമഡി ഫോർ സീരിയസ് പീപ്പിൾ ഈസ് എ പ്ലേ ബൈ ഓസ്കാർ വൈൽഡ്, ജോർജ് എത്രിഡ്ജ്, വില്യം കോൺഗ്രീവ്, ഇവരൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ. ഈ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറഞ്ഞ പ്ലേ ആ ഒരു ടൈപ്പ് ഓഫ് ജാനറിൻ്റെ മെയിൻ ആൾക്കാരാണ് ആര്, ഈ പറഞ്ഞ റൈറ്റേഴ്സൊക്കെ. First performed on 14 February 1895 at the St. James Theatre in London. It is a farcical comedy in which the protagonist maintains fictitious person to escape burdens some social obligations. അതായത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൽ ജാക്ക് വർത്തിങ് എന്ന് പറയുന്ന ആ ആൾ എന്താണ്, ഇയാളൊരു കൺട്രിയിലുള്ള ആളാണ്. വാട്ട്സ് ഇൻ കൺട്രി സൈഡ് പഠിച്ചിട്ടുണ്ടോ? വാട്ട് ഇസ് ഇൻ കൺട്രി സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ കൺട്രി സൈഡ് ഇൻ ഇംഗ്ലണ്ട്? വാട്ട് ഇസ് ഇൻ കൺട്രി സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴത്തെ വില്ലേജ് പോലെ, അതായത് സിറ്റി അല്ല, ഒരു വില്ലേജ് പോലെ സിസ്റ്റമാണ്. അവിടെ ഇയാൾക്ക് എന്തുണ്ടാവും, ഇയാൾക്ക് സിസിലി എന്ന് പറയുന്ന ഒരു വാർഡുണ്ടാവും. വാർഡ് എന്താണ് നിങ്ങളുടെ ഭാഗത്ത് ഒരു റെസ്പോൺസ് ഇല്ലാത്തത്? വാട്ട്സ് വാർഡ് എന്താ? നമ്മളെ പഞ്ചായത്ത് വാർഡാണോ? നിങ്ങളാരും ടെക്സ്റ്റ് പഠിച്ചിട്ടില്ലേ? ഇത് പഠിക്കാത്ത ഒരാളുണ്ടാവില്ലല്ലോ. ആ ഒരു ടെക്സ്റ്റ് പഠിച്ചിട്ടില്ല, ടെക്സ്റ്റ് ആരും വായിച്ചിട്ടില്ല. നിങ്ങൾ ഈ ടെക്സ്റ്റ് പഠിച്ചിട്ടുണ്ടോ? ഓർമ്മ ഉണ്ടാവും, മനസ്സിലായി. ഓർമ്മ ഉണ്ടാവും, ആർക്കും ഒന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ. ഈ ടെക്സ്റ്റ് പഠിക്കാതെ ഒരു കുട്ടി ഉണ്ടാവില്ല. കാരണം ബിക്കോസ് ദിസ് ടെക്സ്റ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഓൾ ഓഫ് ദ സിലബസ് ഇൻ കേരള. ഓൾമോസ്റ്റ് എല്ലാ സിലബസിലുള്ള ടെക്സ്റ്റാണത്. ബിക്കോസ് കോമഡി ഓഫ് മാത്സ് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എന്തായാലും കൊടുത്തിട്ടുണ്ടാവും. അല്ലാണ്ട് ഒരിക്കലും ഒരു സിലബസും കടന്നു പോയില്ല. ഇന്നലെ ഇപ്പോൾ സിലബസിൽ വരേണ്ട ഈ ടെക്സ്റ്റ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കുട്ടികളെ, എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ പഠിപ്പിച്ചത്. സോ ഇത് പഠിക്കാൻ ടെക്സ്റ്റ് ഒന്നും ആവില്ല എന്തായാലും. അപ്പോൾ എന്ത് ചെയ്യും, ഇയാൾക്ക് സിസിലി എന്ന് പറഞ്ഞ വാർഡ് ഉണ്ടാവും ഇൻ കൺട്രി സൈഡിൽ. പക്ഷേ ഇയാൾക്ക് എന്തല്ല, അതൊന്നും അത്ര ഒരു സുഖമുള്ള കാര്യമില്ല. ഇയാൾക്ക് എന്ത് ചെയ്യണം, കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നടക്കുന്ന മനുഷ്യനാണ്, ആളാണ്. അങ്ങനെ ഇയാളുടെ ഒറിജിനൽ നെയിം എന്തായിരിക്കും, ജാക്ക് വർത്തിങ് ആയിരിക്കും ഇൻ കൺട്രി സൈഡ്. ബട്ട് ഹി പ്രിറ്റൻഡ് ദാറ്റ് ഹിസ് നെയിം ഈസ് ഏണസ്റ്റ് ആൻഡ് ഹി കം ടു സിറ്റി. ആൻഡ് ഇയാൾക്ക് ആരിഷ്ടകരം, ഗൊണ്ടോളിന് ആരാണ്, നമ്മുടെ അൽഗൺ മൺഗ്രീഫിൻ്റെ നെഫ്യൂ ആണ്, അല്ലെങ്കിൽ നെഫ്യൂ അല്ല നീസോ അങ്ങനെന്തോ ആണ്. എ യങ് ജെൻറ്റിൽമാൻ ഫ്രം ലണ്ടൻ, ദ നെഫ്യൂ ഓഫ് ലേഡി ബ്ലാക്ക്നെൽ ഇൻ ലവ് വിത്ത് സിസിലി കാഡ്യൂ. അപ്പോൾ ഈ ഇവൻക്ക് ആരിഷ്ടമാണ്, നമ്മുടെ ആൽജി അല്ലെങ്കിൽ അൽഗൺ മൺഗ്രീഫ് എന്ന് പറഞ്ഞാൽ ഇവൻക്ക് ആരിഷ്ടമാണ്, ഇവൻക്ക് ഇഷ്ടം നമ്മുടെ സിസിലിയാണ്. സിസിലിയുടെ രക്ഷിതാവായ, സിസിലിയുടെ ഫാദർ അല്ല കേട്ടോ, സിസിലിയുടെ കെയർ ടേക്കർ എന്ന് വേണമെങ്കിൽ പറയാം. സിസിലിയുടെ കെയർ ടേക്കർ ആരാണ്, നമ്മുടെ ജാക്ക് വർത്തിങ് ആണ്. ജാക്ക് വർത്തിങ്ങിന് ഇഷ്ടം ആരാണ്, നമ്മുടെ സിസിലി ഗോണ്ടോൺ ഫെയർഫാക്സിനാണ് ഇഷ്ടം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പേര് മാറ്റി കളിക്കുന്ന സിസ്റ്റമാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബേൺ ബറിങ്. ബേൺ ബറിങ് എന്ന് പറഞ്ഞാൽ ബൺ ബറിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രിറ്റൻഡ് ചെയ്യാം, നമുക്ക് നമ്മളെ ക്യാരക്ടർ മറച്ചു വെച്ചിട്ട് വേറെ ക്യാരക്ടർ വിളിക്കുന്ന പേരുണ്ട് ബൺ ബറിങ്. ഓക്കെ.
നെക്സ്റ്റ് വൺ കൊണ്ടു ഫെയർഫാക്സ്, എ യങ് ലേഡി ലവ്ഡ് ബൈ ജാക്ക് വർത്തിങ്, ലേഡി ഓഗസ്റ്റ ബ്രാക്നൽ, എ സൊസൈറ്റി ലേഡി കൺട്രോൾസ് മദർ. പിന്നെ സിസിലി കാഡി ഉണ്ട്, എ യങ് ലേഡി, ദ വാർഡ് ഓഫ് ജാക്ക് വർത്തിങ്, മിസ് പ്രിസം വരുന്നുണ്ട്, സിസിലി ഗവർണൻസ്. അതായത് മിസ് പ്രിസം എന്ന് പറഞ്ഞത് ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റൻ എന്താ വെച്ചാൽ എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ സിസിലിയുടെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഗവർണൻസ് സിസിലിയുടെ കെയർ ടേക്കർ ചോദിച്ചിട്ടുണ്ട്. സിസിലിയുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ജാക്ക് വർത്തിങ് ഏൽപ്പിച്ച ആളാണ് ആര്, നമ്മുടെ മിസ് പ്രിസം. മിസ് പ്രിസത്തിന് ഒരാൾ ഒരു കമ്പനിക്കാരൻ്റെ ആരാണ്, ദ റെവറൻ കാനൺ ചോസബിൾ, ദ പ്രീസ്റ്റ് ഓഫ് ജാക്സ് പാരിഷ്. അതായത് ജാക്ക് വർത്തിങ്ങിൻ്റെ ആ ഏരിയയിലുള്ള ഒരു ചർച്ചിലെ പ്രീസ്റ്റാണ് ആര്, നമ്മുടെ കാനോൺ ചോസബിൾ, ദ റെവറൻ കാനൺ ചോസബിൾ. ചോസബിൾ ഈസ് വെരി ലൈക്ക് ടു ഹൂം. ചോസബിൾ ആർക്ക് ഇഷ്ടം, ചോസബിൾ ആരെ ഇഷ്ടമാണ്, നമ്മുടെ ഈ മിസ് പ്രിസത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. പിന്നെ ലെയിന് അൽഗേൺസ് സെർവൻ്റാണ്, അൽജിയുടെ സെർവൻ്റാണ് ആര്, ലെയിൻ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ. ദെൻ മെറിമാൻ, ദ ബട്ട്ലർ ഓഫ് ജാക്സ് കൺട്രി. ഇത്രയേ ഉള്ളൂ. പിന്നെ ഡോൾസ് ഹൗസ് നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്ന വർക്കാണ്. ഇനി ഇത് പഠിക്കാതെ ആരെങ്കിലും ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ? ഡോൾസ് ഹൗസ് പഠിക്കാത്ത ആരും ഉണ്ടാവില്ല. ഡോൾസ് ഹൗസ് is a 3-act play written by Norwegian playwright Henrik Ibsen. It premiered at the Royal Theatre in Copenhagen, Denmark on 21st December 1879. Having been published earlier that month, the play is set in Norwegian town സിർക്ക എന്ന് പറയുന്ന ടൗണിലാണ് ഈ പ്ലേ മൊത്തം നടക്കുന്നത്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അതിൽ ക്യാരക്ടേഴ്സിന് പേര് കൊടുത്തിട്ടുണ്ട്. നോറ ഹെൽമർ, വൈഫ് ഓഫ് ടോർവാൾഡ്, മദർ ഓഫ് 3, ഈസ് ലിവിങ് ഔട്ട് ഓഫ് ഐഡിയൽ ആൻഡ് ഓൺ ഓഫ് ദ 19th century വൈഫ് ബട്ട് ലീവ്സ് ഹെർ ഫാമിലി അറ്റ് ദ എൻഡ് ഓഫ് ദി പ്ലേ. ദെൻ ടോർവാൾഡ് ഹെൽമർ നോറിൻ്റെ ഹസ്ബൻഡാണ്. ഡോക്ടർ റാങ്ക് റിച്ച് ഫാമിലി ഫ്രണ്ടാണ്. ഫോർ ഹൂം, റാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇവരുടെ, അതായത് ഈ ഹെൽമർ ഫാമിലിയുടെ ഒരു ക്ലോസ് ഫാമിലി ഫ്രണ്ടാണ്. നെയ്മഡ് പീറ്റർ റാങ്ക് ഇൻ മിക്കായൽ മിയേഴ്സ് ട്രാൻസ്ലേഷൻ. ഹി ഈസ് terminally ill and it is implied that high tuberculosis of the spine originated from a venereal disease. അതായത് ഒരു അസുഖം ഉണ്ടാവും, ബിക്കോസ് ഓഫ് ദാറ്റ് ഹി വാസ് ഡൈങ്. ഓക്കെ. then ക്രിസ്റ്റ്യൻ ലിൻഡ ആരാണ്, ലിൻഡ നമ്മുടെ നോറയുടെ ഫ്രണ്ടാണ്. നോറാസ് ഓൾഡ് സ്കൂൾ ഫ്രണ്ട്, വിഡോവുഡ് ഈസ് സീക്കിംഗ് എംപ്ലോയ്മെൻറ്റ്, സംടൈംസ് സ്പെൽഡ് ക്രിസ്റ്റ്യൻ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അതായത് നമ്മുടെ ഈ ടോർവാൾഡ് ബാങ്ക് മാനേജർ നമുക്കറിയാം. ബാങ്ക് മാനേജർ ടോർവാൾഡിൻ്റെ ബാങ്കിൽ നിന്ന് ഒരാളെ പുറത്താക്കിയിട്ടുണ്ടാവും. ആളെ പേര് നിൽസ് ക്രോക്സ്റ്റഡ് ആയിരുന്നു. ആളെ പുറത്താക്കിയ ആളെ പേര് എന്താണ്, നിൽസ് ക്രോക്സ്റ്റഡ്. അപ്പോൾ ആ ഒരു വേക്കൻസിയിലേക്ക് ആരെ സജസ്റ്റ് ചെയ്യണം, നമ്മൾ ലിൻഡെ, ക്രിസ്റ്റ്യൻ ലിൻഡെ സജസ്റ്റ് ചെയ്യുന്ന റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് ആര്, നമ്മുടെ ലിൻഡെ. ആരുടെ അടുത്തേക്ക്, നമ്മുടെ നോറയുടെ അടുത്തേക്ക്. ഓക്കെ. നിൽസ് ക്രോക്സ്റ്റഡ്. അതുപോലെ തന്നെ ഈ നിൽസ് ക്രോക്സ്റ്റഡുമായി ഒരു കണക്ഷൻ വരുന്നുണ്ട് നമ്മുടെ ആർക്ക്, ലിൻഡയ്ക്ക്. ലിൻഡെ വാസ് എ ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നിൽസ് ക്രോക്സ്റ്റഡ് അറ്റ് ദി ഏർലി ടൈം. ഓക്കെ. An employee at Towards Bank, single father, he is pushed to desperation. A supposed scoundrel, he is revealed to be a long lost lover of Christine. The children, Nora and Towards children, Ivar, Bobby and Emmy in order of age. Okay. Anne-Marie ഇവിടെ നോറസിൻ്റെ നാനി കേട്ടോ. ഈ ആൻമേരി കുറച്ച് ഓൾഡ് ആളാണ്. ബിക്കോസ് ഷീ സേസ് ദാറ്റ് വെൻ യു ആർ എ ചൈൽഡ്, അതായത് നമ്മുടെ നോറ ചൈൽഡ് സമയത്ത് തന്നെ ഇവരുടെ ഫാമിലിയുള്ളൊരു നാനി ആയിരുന്നു, ഒരു ആയ ആയിരുന്നു അത് നമ്മുടെ ആൻമരി എന്ന് പറഞ്ഞ ഈ പെണ്ണ്. ദ നെക്സ്റ്റ് വൺ, ടെമ്പസ്റ്റ് ഈസ് എ പ്ലേ ബൈ ഇംഗ്ലീഷ് പ്ലേറൈറ്റ് വില്യം ഷേക്സ്പിയർ, പ്രോബ്ലി റിട്ടൺ 1610-1611 ആൻഡ് തോട്ട് ടു ബി വൺ ഓഫ് ദി ലാസ്റ്റ് പ്ലേസ് ഓഫ് ഷേക്സ്പിയർ റോട്ട് അലോൺ. അതായത് ഷേക്സ്പിയറിൻ്റെ അവസാനത്തെ പ്ലേ എന്ന് അറിയപ്പെടുന്ന പ്ലേ ആണ് എന്ത്, നമ്മുടെ ടെമ്പസ്റ്റ് എന്ന് പറഞ്ഞ പ്ലേ. ആഫ്റ്റർ ദി ഫസ്റ്റ് സീൻ വിച്ച് ടേക്സ് പ്ലേസ് ഓൺ എ ഷിപ്പ് അറ്റ് ദി സീ ഡ്യൂറിംഗ് ടെമ്പസ്റ്റ്, ദി റെസ്റ്റ് ഓഫ് ദി സ്റ്റോറി സെറ്റ് ഇൻ എ റിമോട്ട് ഐലൻഡ് where the Socrates Prospero, a complex and contradictory character, lives with his daughter Miranda and his 2 servants, Caliban and savage monster figure, and Ariel, an air spirit. The play contains music and songs that evoke the spirit of encampment on the island, explores many themes including magic, betrayal, revenge. ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. അല്ല ക്യാരക്ടേഴ്സ് നോക്കുക. മിറാൻഡ ഡോട്ടർ ഓഫ് പ്രോസ്പെറോ ആണ്. ഏരിയൽ, എ സ്പിരിറ്റ് ഇൻ സർവീസ് ടു പ്രോസ്പെറോ. കാലിബാൻ, എ സെർവൻറ്റ് ഓഫ് പ്രോസ്പെറോ ആൻഡ് സാവേജ് മോൺസ്റ്റർ. അലോൺസോ, കിങ് ഓഫ് നേപ്പിൾസ്. സെബാസ്റ്റ്യൻ, അലോൺസോ ബ്രദർ. ഇതിൽ മറ്റേ ചോദിച്ചൊരു ഒറ്റ ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചുള്ളൂ ഇതിന്. മിറാൻഡ, ഹു ഇസ് മിറാൻഡ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് റിലേഷൻ ചോദിച്ചിട്ടായിരുന്നു. ഷീസ് ഡോട്ടർ ഓഫ് പ്രോസ്പെറോ ആണ്. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ആ സെക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡെപ്പിക്ഷൻ ഓഫ് വുമൻ ഫ്രം പെട്രിയാർക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഇൻ വിഷ്വൽ ആർട്സ് ക്യാൻ ബി കോൾഡ്. അതായത് വുമണിനെ ഒരു പെട്രിയാർക്കൽ പോയിന്റ്, അതായത് വുമൺ ആസ് എ സുപ്പീരിയർ, ഇൻഫീരിയർ ടു മെൻ, അതായത് മെന്നിന് താഴെ ഒരാളാണെന്ന് പറയുന്ന ആ ഒരു ഐഡിയ നമ്മുടെ ആർട്ടിലും ലിറ്ററേച്ചറിലൊക്കെ വന്നിട്ടുണ്ട്. അതിന് വിളിക്കുന്ന പേരെന്താണ് അടുത്ത ക്വസ്റ്റ്യന്. ക്യാമറ ബയാസ്, മെയിൽ ഗേസ്, ഐഡിയോളജിക്കൽ എറർ, നാച്ചുറൽ ഡെപ്പിക്ഷൻ. ഏതാണ്?
മെയിൽ ജീൻസ് ആണ്. മെയിൽ ഗേസ് ആണ് കേട്ടോ. വാട്ട് ഇസ് മെയിൽ ഗേസ്? The perspective of nationally depicted people, a heterosexual man considered as embodied in the audience or in intended audience or films and other visual media, characterized by a tendency to objectify or sexualize women. It's because of the male gaze that female characters are regularly eroticized. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാകും ഓൾമോസ്റ്റ് ആ സമയത്ത് എഴുതിയ എല്ലാ വർക്കുകളിലും ഫീമെയിൽ ദേ ആർ കൺസിഡറിങ് ഫീമെയിൽ ആസ് എ വേ ഓഫ് സെക്ഷുവൽ ഫീലിംഗ്. അതായത് സെക്ഷുവലായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതായത് സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഇറോട്ടിസിറ്റി അല്ലെങ്കിൽ ഒരു ഇറോട്ടിസിസം ഒരു ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ക്യാരക്ടേഴ്സ് ആയിരുന്നു ആ സമയത്ത് നമ്മൾ ആ ഒരു 7th സെഞ്ച്വറി 8th സെഞ്ച്വറി ആ സമയത്തുള്ള റൈറ്റിങ്സിലൊക്കെ നമുക്ക് കണ്ടിട്ടുള്ളത് അല്ലേ. നിങ്ങൾ ഏത് വർക്ക് എടുത്ത് നോക്കിയാലും കാണാം, ഏത് ഒരൊറ്റ വർക്കുകളിലും ഒരു ഒരു ഫീമെയിൽ ക്യാരക്ടർ ഉണ്ടെങ്കിൽ ആ ഫീമെയിൽ ക്യാരക്ടർ എന്തെങ്കിലും ഒരു സെക്ഷുവൽ സംഭവങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ചിട്ട് അവരെ എന്തെങ്കിലും ആ ഒരു ടൈപ്പിലൊരു സെക്ഷുവൽ കൊണോട്ടേഷനോ അങ്ങനെ വന്നൊരു ടെക്സ്റ്റ് ഇല്ലാണ്ടിരിക്കില്ല. അതെല്ലാ ടെക്സ്റ്റിലും ആ ഒരു സംഭവം ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്ത നമ്പർ ഓഫ് സിലബിൾസ് ഇൻ ദ വേർഡ് അപ്ലിക്കേഷൻ. അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ നമ്പർ ഓഫ് സിലബിൾസ്, എത്രയാണ് നമ്പർ ഓഫ് സിലബിൾസ് ഉണ്ട് അതിൽ? ഈ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ആ വേർഡിൽ 4 ആണ്. 4 ആപ്ലിക്കേഷൻ 4 സിലബിൾസ് അല്ലേ. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ദളിത് ഓട്ടോബയോഗ്രഫി? ഒരു ദളിതൻ്റെ ഓട്ടോബയോഗ്രഫി ഏതാ? അൺടച്ചബിളിലെ ക്യാരക്ടറുടെ പേരെന്താ? അൺടച്ചബിളിലെ ക്യാരക്ടറുടെ പേര്, മെയിൻ ഹീറോൻ്റെ പേരെന്താ? ആരടോ അൺടച്ചബിൾ ആരുടെ വർക്കാ? അൺടച്ചബിൾ ആരുടെ വർക്കാ? അൺടച്ചബിൾ ആരുടെ വർക്കാടോ? നിങ്ങൾ ആരും വർക്ക് പഠിച്ചില്ല, അൺടച്ചബിൾ വർക്ക് ആരും പഠിച്ചില്ല ഇത്രയും കാലമായിട്ട്? അൺടച്ചബിള് ആരുടെ വർക്കാണ്? അത് വേഗം പറയും. മുൾക്ക്രാജ് ആനന്ദിന്റെ. ആ, അത് പറഞ്ഞാൽ പോരെ. അൺടച്ചബിൾ ഇസ് എ വർക്ക് ഓഫ് മുൽക്ക്രാജ് ആനന്ദ്. കൂലിയാണ് മുൽക്ക്രാജ് ആനന്ദ് വർക്ക് ചെയ്യുന്നത്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആയ അരുന്ധതി റോയ്. ഇതുണ്ടോ നോക്കി വർക്ക് കേട്ടോ. അടുത്തത്, തോമസ് വ്യാട്ട് ആൻഡ് സറേ അഡാപ്റ്റഡ് into English literature. What is their contribution? Sonnet. Sonnet. Okay, very good. Next question. Sonnet is a poem of 14 lines. 14 lines. Okay, very good. Next question. Dream Children a Reverie is a. Dream Children a Reverie ആരുടെ വർക്കാ? ആരുടെ വർക്കാ? നമ്മളെ ചാൾസ് ലാമ്പിൻ്റെ വർക്കാണ് ഡ്രീം ചിൽഡ്രൻ എ റെവറി എന്ന് പറഞ്ഞ വർക്ക്. ഇറ്റ്സ് എ റിഫ്ലക്റ്റീവ് എസ്സേ ആണ് കേട്ടോ. ഇവിടെ കൊടുത്തു വാട്ട് ഇസ് റിഫ്ലക്റ്റീവ് എസ്സേ ആൻഡ് വാട്ട് ഈസ് ഡിഡാക്റ്റീവ് റൈറ്റിംഗ് ആൻഡ് വാട്ട് ഇസ് പേഴ്സണൽ എസ്സേ, വാട്ട് ഇസ് പൊളിറ്റിക്കൽ എസ്സേ. റിഫ്ലക്റ്റീവ് എസ്സേ എന്താണ്? ഇൻ വിച്ച് ദ റൈറ്റർ ലുക്സ് ബാക്ക് ഓൺ റിഫ്ലെക്ട്സ് അപ്പോൺ ഹിയർ എക്സ്പീരിയൻസ് ആൻഡ് ഹൗ ദേ കോസ്റ്റ് പേഴ്സണൽ സ്റ്റേജ്. അതായത് എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ നടന്ന എന്തെങ്കിലും ഒരു സംഭവം ഒരു ലുക്ക് ബാക്ക് ചെയ്തിട്ട് അത് അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങളെ പറ്റി പറയുന്ന സാധനമാണ് എന്ത്? റിഫ്ലക്റ്റീവ് എസ്സേ. നെക്സ്റ്റ് വൺ, ഡിഡാക്റ്റീവ് റൈറ്റിംഗ്. ദ കൈൻഡ് ഓഫ് റൈറ്റിംഗ് ദാറ്റ് ഇൻസ്ട്രക്ട്സ് വെൻ എ ടെക്സ്റ്റ് ഗീവ്സ് മോർ ഇൻസ്ട്രക്ഷൻ. അതായത് നമുക്ക് എന്തെങ്കിലും ആ ഒരു ഡിഡാക്റ്റിക് എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് എന്താണ്? നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും, എന്തെങ്കിലും സാധനം പഠിക്കുക, ഒരു മോറലായിട്ടോ എന്തെങ്കിലും നമുക്ക് കിട്ടാനുണ്ടാവും. ദാറ്റ്സ് കോൾഡ് ഡിഡാക്റ്റിക് എസ്സേ. ഓക്കെ, അടുത്തത് പേഴ്സണൽ എസ്സേ എന്താണ്? ഇറ്റ്സ് എ ഷോർട്ട് വർക്ക് ഓഫ് ഫോട്ടോഗ്രാഫിക്കൽ നോൺ ഫിക്ഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ എ സെൻസ് ഓഫ് ഇൻറ്റിമസി ആൻഡ് എ കോൺവെർസേഷണൽ മാനർ, ഓൾസോ കോൾഡ് എ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ്, എ ടൈപ്പ് ഓഫ് ക്രിയേറ്റീവ് നോൺ ഫിക്ഷൻ. നെക്സ്റ്റ് വൺ, എ പൊളിറ്റിക്കൽ എസ്സേ deals with the political or government issues. It is a piece of writing made as a way to practice in interpreting specific political theories. Next question, which word is pronounced differently on account of the change in pronunciation of the vowel? ഈ വവലിൻ്റെ പ്രൊനൗൺസിയേഷൻ മാറുന്ന ഒരു വേർഡ് ഏതാണ്? കൾട്ട്, കട്ട്, കട്ട്, കപ്പ്. ഇതിലേതിൻ്റെ പ്രൊനൗൺസിയേഷൻ നമ്മൾ അത് വായിക്കാൻ എങ്ങനെയല്ല, ഞാൻ വായിച്ച് നോക്കണ്ട. അതിലൊരു വേർഡ് മാത്രം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ വവലിൻ്റെ ചേഞ്ച് വരും. കട്ടും കപ്പുമില്ലല്ലോ എന്തായാലും, നമ്മൾ കുട്ടി കുപ്പ് എന്ന് പറയുമല്ലോ. കട്ടും കപ്പും എന്തായാലും ഒരേ സെയിം തന്നെയാണ്. ലാസ്റ്റ്
കൾട്ടാണോ? കൾട്ടല്ല, കുർട്ടാണ് കേട്ടോ. ആ ബി ആൻസർ ചെയ്ത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ആൻഡ് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റസ്റ്റ് ഇസ് ദാറ്റ്. ആരുടെ ലൈനാ? ഹൂസ് ലൈൻ ഈസ് ദിസ്? ആരുടെ ലൈനാടോ? ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റസ്റ്റ്. ഒരു ലൈനിലെ പോയാണിത്. വേഗം പറയും. ഇത് പഠിക്കാത്തവന് ജോൺ കീറ്റ്സിന്റെ ജോൺ കീറ്റ്സിന് ഏത് വർക്കാ? ഓർഗനൈസേഷൻ അല്ലേ? നിങ്ങൾ കേട്ട മെലഡീസ് സ്വീറ്റ് ആണ്, നിങ്ങൾ കേൾക്കാത്തതോ? കേട്ടതോ നിങ്ങൾ അതിൽ മലയാളത്തിലോ? നിങ്ങൾ കേട്ടത് മനോഹരം, കേൾക്കാത്തത് അതിമനോഹരം അല്ലേ? ആരാ? അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? ആൻസർ എന്താ? പവർ ആൻഡ് പോസിബിലിറ്റീസ് ഓഫ് ഇമാജിനേഷൻ ആണ് ആൻസർ ചെയ്യുന്നത് കേട്ടോ. ബിക്കോസ് ജോൺ കീറ്റ്സ് വാസ് എ പോയറ്റ് ബിലോങ്സ് ടു റൊമാൻറ്റിക് ഇറ അല്ലേ? റൊമാൻറ്റിക് ഇറയിൽ അറിയപ്പെടുന്നൊരു പോയറ്റായിരുന്നു ജോൺ കീറ്റ്സ്. ആൻഡ് ഹീ ഈസ് നോൺ ഫോർ ഹീസ് ഗ്രേറ്റ് ഓഡ്സ്. 9 ഓഡ്സ് അല്ലേ? 5 ഓഡ്സിന് അറിയപ്പെടുന്ന ആളാണ് ഇയാൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽസ് ഡീലിംഗ് ഫ്രീഡം സ്ട്രഗിൾ ആസ് എ മേജർ ഫോക്കസ് റിട്ടൺ ബൈ രാജാറാവ് ഈസ്. ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഗാന്ധിയൊക്കെ വരുന്നൊരു നോവലുണ്ട് നമ്മുടെ രാജാറാവിൻ്റെ. ഏതാ നോവല്? ഏതാ? കാന്തപുരേ? നോ. കാന്തപുരം കേട്ടോ. അതിൻ്റെ വർക്ക് സർപ്പനാഞ്ചിറോപ്പും രാജാറാവിൻ്റെ വർക്കാണ്. അതുപോലെ കാന്തപുരം എന്ന ടെക്സ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഒരു ഗാന്ധി വരുന്ന വർക്കിലാണ്. കാന്തപുരം. ഓക്കെ. സോ രാജാറാവ്സ് കാന്തപുരം ഈസ് വൺ ഓഫ് ദി ഫേമസ് നോവൽ ടു കം ഔട്ട് ഓഫ് മിഡ് 20th century. ഇതിലൊരു നോക്കി പോകേണ്ട സംഭവം എന്താ വെച്ചാൽ, ഇതിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിലെ ഒരു മെയിൻ ക്യാരക്ടർ പേരെന്താണോ? മൂർത്തിയാണ് ഈ ടെക്സ്റ്റിലെ ഫേമസ് ഒരു മെയിൻ ക്യാരക്ടർ പേര്. അത് ഓർത്ത് വെക്കണം കേട്ടോ. അതായത് ഇത് സ്റ്റോറി ഓഫ് ഹൗ ഗാന്ധി സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടീഷ് കെയിം ടു ടിപ്പിക്കൽ വില്ലേജ് കാന്തപുര ഇൻ സൗത്ത് ഇന്ത്യ. യങ് മൂർത്തി ബാക്ക് ഫ്രം ദ സിറ്റി വിത്ത് ന്യൂ ഐഡിയാസ് cuts across the ancient barriers of caste to unite the villages in non-violent action, which is met with the violence by landlords and police. അതായത് ഇയാൾ ആ സമയത്ത് നമുക്കറിയാം ഒരുപാട് ഈ ഇതൊക്കെ നിൽക്കുന്ന സമയമാണ്. അതായത് ഈ കാസ്റ്റ് സിസ്റ്റം അതൊക്കെ നിൽക്കുന്ന സമയം. അപ്പോൾ ഇയാളൊരു മൂർത്തി എന്ന് പറഞ്ഞൊരു കുറച്ച് പഠിച്ച ആളാണ്. സോ ഹി കെയിം ബാക്ക് ഫ്രം ദ സിറ്റി വിത്ത് ന്യൂ ഐഡിയാസ്, കട്ട്സ് അക്രോസ് ദ ഏൻഷ്യൻ ബാരിയേഴ്സ് ഓഫ് കാസ്റ്റ് ടു യുണൈറ്റ് ദ വില്ലേജസ് അല്ലേ? കാസ്റ്റ് മാറുന്ന നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഫ്രീഡം കിട്ടുള്ളൂ അങ്ങനെ നിൽക്കുന്ന സിസ്റ്റമാണ്. ബട്ട് which is met with the violence by landlords and police. Serpent Raja's second novel. It was first published in 1960 by John Murray, written in out of style. The novel deals with the concepts of existence, reality and fulfillment of one's capabilities. The protagonist Ramaswamy. ഇതിലെപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് പ്രൊട്ടാഗണിസ്റ്റ് അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടർ എപ്പോഴും നോക്കി പോകണം, മറന്നു പോകണ്ട കേട്ടോ. രാമസ്വാമി തോട്ട് പ്രോസസ് ഇൻ ദ നോവൽ ഈസ് സെഡ് ടു ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ Vedanta philosophy and Adishangra's idealism. Untouchable is a novel by Muktaji Anand, publishes in 1935. The novel established Anand as one of India's leading English authors. The book was inspired by his aunt's experience when she had met with a Muslim woman and was treated as an outcast by her family. Sir, voice break ആവുന്നുണ്ടോ? ഇവിടെ ഈ റേഞ്ച് ഇഷ്യൂ നല്ലോണം ഉണ്ട്. ഒരു സെക്കൻഡ്. വോയിസ് ഇഷ്യൂ വരികയാണെങ്കിൽ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഇഷ്യൂ ഉണ്ടാവില്ല. റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി കേൾക്കാൻ പറ്റും. ഇനി അങ്ങനെ എന്തെങ്കിലും വോയിസിൻ്റെ ബ്രേക്ക് ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് റെക്കോർഡിങ് കേട്ടാലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. So the plot of this book, Anand's first, revolves around the argument for eradicating caste system. And Anand is the main character. So he wanted to eradicate the caste system. It depicts a day in the life of Baka. Baka is the main character. Baka ആണ് ക്യാരക്ടർ. യങ് സ്വീപ്പർ ഹു ഈസ് അൺടച്ചബിൾ ഡ്യൂ ടു ഹിസ് വർക്ക് ഓഫ് ക്ലീനിങ് ലാറ്റ് ഫ്രണ്ട്സ്. അതായത് ഇയാൾ ഈ മൂത്രത്തിൽ ക്ലീൻ ചെയ്യുന്ന ആളായതുകൊണ്ട് അൺടച്ചബിൾ ആയിട്ട് ആക്കിയാണ് കാണുന്നത്. സോ ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് ബാക്ക ഹു ഇൻട്രൊഡ്യൂസ് റെക്കോർഡ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് റെക്കോർഡ് കാണുന്നില്ല? നിങ്ങൾ സൈഡിൽ കാണുന്നില്ലേ? 24, 30 കാണുന്നില്ല? കാണുന്നില്ലേ? ചേട്ടാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ റെക്കോർഡ് ചെയ്യുന്നത്? ഞാൻ ഒരു സൈഡ് കാണുന്നില്ലേ നിങ്ങൾക്ക്? ഇങ്ങനെ ടൈം ഇങ്ങനെ കൂടി പോകുന്നു കാണുന്നില്ലേ? 24:49 ക്ലാസ് റെക്കോർഡ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഞാൻ കിട്ടും.
പക്ഷേ ചില ക്ലാസ് റെക്കോർഡ് ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല, അപ്പോൾ ആ ക്ലാസ് കിട്ടാൻ ചാൻസ് കുറവാണ്. നമുക്ക് ഓരോരുത്തരുടെ ഇപ്പോൾ ക്ലാസ് ചില ക്ലാസ് ഞാൻ മറന്നുപോയ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്നും റെക്കോർഡ് ഉണ്ടാവില്ല. ഓക്കെ, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഒബ്ജക്റ്റ് കോറിലേറ്റീവ്? ആരോ ഇതാണിത് കോൺസെപ്റ്റാ ഒബ്ജക്റ്റ് കോറിലേറ്റീവ്? അല്ല, ഇത് T.S. Eliot ആണ് കേട്ടോ. എലിയറ്റ് ആണ് ഈ ഒബ്ജക്റ്റ് കോറിലേറ്റീവ് സാധനം കോഴ്സ് ചെയ്യുക. വാട്ട് ഇസ് ഒബ്ജക്റ്റ് കോറിലേറ്റീവ്? എ പാറ്റേൺ, ഇവൻറ്റ്സ്, ആക്ഷൻസ് ഓർ സിറ്റുവേഷൻ ദാറ്റ് അവേക്കൺ ദ റീഡർ ഇമോഷണൽ റെസ്പോൺസ് വിതൗട്ട് ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദാറ്റ് സബ്ജക്റ്റീവ് ഇമോഷൻ. അതായത് നമ്മൾക്ക് ഒരു ആക്ഷൻസോ അല്ലെങ്കിൽ പാറ്റേൺ ഓഫ് ഇവൻറ്റ്സോ സിറ്റുവേഷൻസ് ദാറ്റ് അവേക്കൺ ദ റീഡർ ഇമോഷണൽ റെസ്പോൺസ്, അതായത് ഡയറക്റ്റ് പറയാതെ, അതായത് ആ ഒരു ഇപ്പോൾ നമ്മൾ സ്ലീപ്പ് വാക്കിംഗ് സീൻ ഓഫ് ലേഡി മാക്ബത്ത്, ആ ഒരു നിങ്ങൾ മാക്ബത്ത് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ? അതിൽ ലാസ്റ്റ് എത്തുന്ന സമയത്ത് ഒരു ലേഡി മാക്ബത്തിൻ്റെ സ്ലീപ്പ് വാക്കിംഗ് സീൻ വരുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, നമ്മളിപ്പോൾ എന്തൊരു ഇംഗ്ലീഷ് വേർഡ് പറയല്ലോ, ഇംഗ്ലീഷ് വേർഡ് എന്തായിരുന്നു, എന്താ പറയലോട് നമ്മൾ എന്താ പറയപ്പേന് എന്തൊരു നമ്മൾ ഇംഗ്ലീഷ് വേർഡ് പറയല്ലോ, നമ്മൾ ഇപ്പോൾ രാത്രി നമ്മൾ ഉറക്കത്തിൽ നമ്മൾ നീച്ചെടുക്കൂലേ എന്താ പറയുക, എന്തോ ഒരു പേര് പറയും, ഇത് ഓർമ്മ കിട്ടണില്ല. ആർക്കും അറിയില്ല എന്ത് പേരുള്ളത്, എന്താ പിന്നെ പറയാ, എന്തോ ഒരു പേര് പറയും. എന്തായാലും പോട്ടെ. അപ്പോൾ ആ ഒരു സീന് കാണുമ്പോൾ നമുക്ക് ലേഡി മാക്ബത്ത് ചെയ്ത ആ ഒരു ലേഡി മാക്ബത്തിന് ഒരു സഹതാപം തോന്നും. അവൾ അത്രയും ചെയ്തില്ലെങ്കിലും അവൾ ഇത്രയും നമ്മൾ ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു സിസ്റ്റം നമുക്ക് വരും. സോ ദാറ്റ് ഈസ് കോൾഡ് ഒബ്ജക്റ്റ് കോറിലേറ്റീവ്. അതായത് ഡയറക്റ്റായിട്ട് നമ്മൾ അതിനൊരു അഡ്രസ്സ് ചെയ്യാതെ, ഡയറക്റ്റായിട്ട് നമ്മൾ പറയാതെ റീഡർക്ക് ഒരു ഇമോഷണൽ റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുന്നത് മാത്രം എന്ത് ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, വിത്തൗട്ട് ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദാറ്റ് സബ്ജക്റ്റീവ് ഇമോഷൻ. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റിന് വാട്ട് ഈസ് എൻ എപ്പിക് വർക്ക് ദാറ്റ് ഡീൽസ് വിത്ത് ദ ഫാൾ ഓഫ് ഫസ്റ്റ് മാൻ ആൻഡ് വുമൺ? ആദം ആൻഡ് ഹൗവ, അങ്ങനത്തെ അല്ലേ? ആദം ഹൗവ. നമ്മുടെ പാരഡൈസ് ലോസ്റ്റിലും അങ്ങനത്തെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. സ്വർഗത്തിൽ നിന്നും സോംനാബുലിസം, അതന്നെ ഞാൻ കുറേ അപ്പോൾ പറഞ്ഞു സോംനാബുലിസം. ആ സോംനാബുലിസം സീൻ വരുന്നത് അത് നമുക്ക് ആ സീന് കാണുമ്പോൾ നമുക്ക് എന്തോരും, നമുക്ക് ലേഡി മാക്ബത്ത് അത്രയൊക്കെ ലേഡി മാക്ബത്ത് കിങ് എങ്ങനെ കൊല്ലാൻ വേണ്ടി മാക്ബത്തിന് ഒരുപാട് പുഷ് വിട്ട ആളാണ് അല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ നമുക്ക് ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് ലേഡി മാക്ബത്തിന് ഒരു നമുക്കൊരു ഇത് തോന്നൂലേ, എന്ത് തോന്നും, നമുക്കൊരു അനുകമ്പ തോന്നും. ഇത് എന്നെ പഠിപ്പിച്ചൊരു പ്രൊഫസറായിരുന്നു. അപ്പോൾ അത് നല്ലൊരു സാറാണ് ഞങ്ങൾ പഠിപ്പിച്ചത്, ഒരു കൃഷ്ണനുണ്ണി സാറെന്ന് പറയും. അപ്പോൾ നല്ല രസത്തിൽ ഇങ്ങനെ എടുത്തു തരും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മൂപ്പര് ഒരു ഡാഗർ ഉണ്ടല്ലോ ആ ഒരു മാക്ബത്ത് ടെക്സ്റ്റിൽ, നമ്മൾ പിന്നെ കൊല്ലാൻ പോണ സമയത്ത്, അങ്ങനെ കൊല്ലാൻ പോണ സമയത്ത് മാക്ബത്ത് നടന്നു പോകുമ്പോൾ മാക്ബത്തിന് നേരെ ഒരു ഡാഗർ ഇങ്ങനെ വാങ്ങി തരുമല്ലോ. അങ്ങനെ ഇയാൾ നമ്മുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു കത്തിയൊക്കെ കൂടെ ഞങ്ങൾ കുത്താനൊക്കെ വന്നിരുന്നു ഈ കൃഷ്ണനുണ്ണി സാറ്. അപ്പോൾ അയാൾ പറയും ഐ ആം ദി ടെങ്കൻസ് ഗോസ്റ്റ് എന്ന് പറയും. അങ്ങനെ നല്ല രസത്തിലൊരു ടെക്സ്റ്റ് വർക്കായിരുന്നു അത്. ലിറ്റററി സത്യം പഠിക്കാൻ നല്ല രസമാണ് സംഭവമാണ്, ബാക്കിയുള്ള വിഷയങ്ങളെ പോലെയല്ല. നല്ല നമ്മളിങ്ങനെ അത് ലിറ്ററേച്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് പഠിക്കാൻ നല്ല രസമാണ്. ഇഷ്ടപ്പെടാതൊരു കാര്യമൊന്നുമില്ല, ഇഷ്ടപ്പെടുന്നവർക്കാണ് പഠിക്കാൻ നല്ല രസമുള്ളൊരു ഏരിയ ആണ് എന്ത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. പക്ഷെ അതൊരു താല്പര്യം വേണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താ? പാരഡൈസ് ലോസ്റ്റ്. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റിന് വിച്ച് സെൻറ്റൻസ് ഗിവൺ ബിലോ ഈസ് ഗ്രാമാറ്റിക്കലി അക്സെപ്റ്റബിൾ? ഏതാ? മച്ച് വാട്ടർ ഈസ് ഫ്ലോൺ അണ്ടർ ദ ബ്രിഡ്ജ് സിൻസ് ഇറ്റ് വാസ് ബിൽഡ്. അവിടെ ഈസ് ഫ്ലോ എന്തായാലും പറ്റൂല അല്ലേ? അവിടെ ഈസ് വന്ന് എന്ത് വരണം? അവിടെ ING വരണം. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് കറക്റ്റ് അല്ല. രണ്ടാമത്തെ നോക്കാം. ഓപ്ഷൻ ഡിയുടെ ആൻസർ എന്താ? എലോങ് വിത്ത് അല്ലെങ്കിൽ ടുഗദർ വിത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ എടുക്കേണ്ട സബ്ജക്റ്റ് ഏതാണ്? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അതിൽ രണ്ട് സബ്ജക്റ്റ് ഉണ്ട്. ഇത് മിനിസ്റ്ററും വരുന്നത് അതുപോലെ വൈഫും വരുന്നുണ്ടല്ലേ. അപ്പോൾ ഏത് സബ്ജക്റ്റ് എടുക്കണം നമ്മൾ? പക്ഷെ ഇതിൽ രണ്ടും സിംഗുലർ തന്നെയാണ്. നമ്മൾ എടുക്കേണ്ടത് എലോങ് വിത്ത് വന്ന് നമ്മൾ എടുക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റാണ് കേട്ടോ. എലോങ് വിത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റാണ്. അതിപ്പോൾ ഇതിനിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ, അതായത് ഫസ്റ്റ് സബ്ജക്റ്റ് സെക്കൻഡ് സബ്ജക്റ്റ് എടുക്കണം കേട്ടോ. ഫസ്റ്റ് സബ്ജക്റ്റ് അല്ല, സെക്കൻഡ് സബ്ജക്റ്റ് എടുക്കുകയാണ് നമ്മൾ എലോങ് വിത്ത് വരുന്ന സമയത്ത്. എക്സാമ്പിൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ എങ്ങനെയാണ് ചോദിച്ചതെങ്കിൽ, അതായത് ദ മിനിസ്റ്റർ എലോങ് വിത്ത് ഹിസ് ടീം, എലോങ് വിത്ത് ഹിസ് ടീം അല്ല, ടീം സബ്ജക്റ്റാണ്. എലോങ് വിത്ത് ഹിസ്
എന്താണ് നമുക്ക് സൺസ് അവിടെ ഈസൽ കൊടുക്കണം, അവിടെ ആറ് കൊടുക്കണം. കാരണം സെക്കൻഡ് സബ്ജക്റ്റ് എന്താണ് പ്ലൂറലാണ്, അപ്പോൾ അതിനനുസരിച്ച് മാറ്റം വരും. സോ ദ ഓപ്ഷൻ ഈസ് ഡി. നെക്സ്റ്റ് വൺ, വിച്ച് പോയറ്റ് റൊമാൻറ്റിക് റിവൈവൽ ഡൈഡ് ഇൻ എ ബോട്ട് ട്രാജഡി. ഞങ്ങൾ പറഞ്ഞത് ക്വസ്റ്റ്യൻ പറഞ്ഞത് ഞാൻ ബോട്ട് ട്രാജഡി മരിച്ച ഷെല്ലി മരിച്ച ബോട്ടിൻ്റെ പേരെന്താണ്? ഡോൺ ജുവാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അരിസ്റ്റോട്ടിൽ എലമെൻറ്റ്സ് ഓഫ് ട്രാജഡി ഡു നോട്ട് ഇൻക്ലൂഡ് ആൻറ്റി ഹീറോ, ക്യാരക്ടർ, ആക്ഷൻ, പ്ലോട്ട്. അരിസ്റ്റോട്ടലിൻ്റെ സാധനം ഉൾപ്പെടുന്ന സാധനം എന്താ? ആൻറ്റി ഹീറോ. ബാക്കിയെല്ലാം ഉൾപ്പെടുന്ന അല്ലേ? ബാക്കി 6 കോൺസ്റ്റൻറ്റ് പ്ലോട്ട്സ് പറയുന്നില്ല, 6 കോൺസ്റ്റൻറ്റ് പാർട്സ് പറയുന്നില്ല ട്രാജഡിയിൽ. അത് വരുന്നതാണ്. ആക്ഷൻ വേണം, ക്യാരക്ടർ വേണം, പ്ലോട്ടൊക്കെ വേണം. പ്ലോട്ട് ഈസ് ദി സോൾ ഓഫ് ട്രാജഡി അല്ലേ? പ്ലോട്ട് ഈസ് ദി സോൾ ഓഫ് ട്രാജഡി. അടുത്ത ക്വസ്റ്റിന് 6 കോൺസ്റ്റൻറ്റ് പാർട്സ് ഓഫ് ട്രാജഡി, പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട്, ഡിക്ഷൻ, സോങ്, സ്പെക്ടക്കിൾ. അടുത്തത് ക്വസ്റ്റിന്, വിച്ച് നോവൽ ഡീൽസ് വിത്ത് ദ എക്സ്പീരിയൻസ് ഓഫ് എ ഫിഷർമാൻ കോൾഡ് സാന്റിയാഗോ. സിമ്പിൾ ക്വസ്റ്റിന്. ഏതാ? ഓൾഡ് മാൻ ആൻഡ് ദ സീ. സാന്റിയാഗോയുടെ 24 ദിവസം അല്ലേ? 24, 22, 26 ദിവസം കടലിൽ കിടന്നിട്ട് ഇതിനെ പിടിക്കാൻ പോവാണ്. ഏതാ പിടിക്കാൻ പോകുന്ന ജീവി? ഇതിൻ്റെ പേരെന്താ? അതും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഏത് മീനെ പിടിക്കാൻ പോകുന്നത്? പിടിച്ച മീനിന് പേരുണ്ട്. ആ മീനിൻ്റെ ഒരു നീളം പറയുന്നുണ്ട്, അത് പറയുന്നുണ്ട്. മാർലിനാണ് കേട്ടോ, മാർലിൻ. കേട്ടിട്ടുണ്ടോ മാർലിൻ ഫിഷ്? മാർലിൻ. അയാൾ അത്ര 24 ദിവസം ആ മാറിയിട്ട് യുദ്ധം ചെയ്ത് ലാസ്റ്റ് കരക്കെത്തുമ്പോൾ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ലാസ്റ്റ് സ്കെൽട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് മീറ്റൊന്നും ഉണ്ടാവില്ല അല്ലേ? എന്നാലും അയാൾ കൊണ്ടുവന്നത് എന്തിനാണ്? ഞാൻ ഇങ്ങനെയൊരു മത്സ്യത്തെ പിടിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ? ഹി ഡോണ്ട് വാണ്ട് ടു ഗീവ് അപ്പ് ഹിസ് ഡിറ്റർമിനേഷൻ. അതാണ് അയാളുടെ കാണിക്കുന്ന സംഭവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ റൈറ്റർ ഹോണോട്ട് വിത്ത് ഞാനിപ്പോഴത്തെ അവാർഡ് റീസെൻ്റ്ലി. അത് ആ സമയത്ത് വന്നൊരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ നമ്മൾ സ്കിപ്പ് ചെയ്യാം. അമിതാഭ് ക്വസ്റ്റ്യൻ. ദ പ്രിഫേസ് റിട്ടൺ ബൈ ആരാ? വേമറി പ്രിഫേസ് ആര് തീർക്കാം? വേർഡ്സ്വർത്ത്. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അഡ്വേർബിയൽ ഫോം ഓഫ് ദ വേർഡ് ഹാർഡ്. ഹാർഡ് അഡ്വേർബിയൽ ഫോം എന്താ? ഹാർഡിൻ്റെ അഡ്വേർബിയൽ ഫോം വൈ ഇസ് ഡി? ബിയോ? ഹാർഡ്നെസ്സോ? എന്തുകൊണ്ടാണ് നമ്മൾ ആ LY ചേർക്കുന്നത്? എന്തുകൊണ്ടാണ്? സാധാരണ ഒരു വേർഡ് അഡ്വേർബിയൽ ഫോം ഉണ്ടാകാൻ നമ്മൾ LY ചേർക്കും അല്ലേ? ഇപ്പോൾ ക്ലിയർലി, അല്ലെങ്കിൽ നൈസ്ലി, അല്ലെങ്കിൽ നമ്മളങ്ങനെ ഒരു അഡ്വേർബിയൽ ഫോം ഉണ്ടാക്കാൻ LY ചേർത്തില്ല സാർ. വൈ ദിസ് വേർഡ് ഓൺലി? വൈ ദിസ് ഹാർഡ് വി കാൻറ്റ് മേക്ക് അഡ്വേർബിയൽ ഫോം ലൈക്ക് LY? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഹാർഡ്ലി, സ്കേഴ്സ്ലി, റയർലി? ഇതിൻ്റെ മീനിങ് എന്താ? ഒരു നെഗറ്റീവ് മീനിങ് വരുന്ന വേർഡ് എന്ത്? ഹാർഡ്ലി. സോ usually we don't use LY to make adverbial form of hardly. Adverbial form of hardly is hard itself. Okay, hard adverbial form എന്നാണ് hard തന്നെയാണ് കേട്ടോ, മാറ്റില്ല. അടുത്ത ക്വസ്റ്റിന്, on which syllable does the primary stress fall in the word institution? അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ വേർഡിൽ സ്ട്രെസ് വരുന്ന എവിടെയാ? റിമെമ്പർ, ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏതിലാണ്? അടി ഫോർത്തിൽ വരില്ല. ഞാൻ അങ്ങോട്ട് എന്താ പറഞ്ഞത്? ഒന്ന് പറഞ്ഞത് എന്താണ്? ION എന്ന വേർഡിൽ അവസാനം വേർഡ് സ്ട്രെസ് വരില്ല എപ്പോഴും? തൊട്ട ബാക്ക് സിലബിളാണ് വരില്ല. ആ സിലബിളല്ല എന്ത് വരിക? ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ആ ട്യൂ എന്ന് പറയുന്ന ആ സിലബിൾ ഉണ്ടല്ലോ, അവിടെ എന്ത് വരിക? സ്ട്രെസ് വരിക. അപ്പോൾ ഇൻ ഒരു സിലബിൾ കഴിഞ്ഞു, സ്റ്റീ രണ്ടാമത്തെ സിലബിൾ കഴിഞ്ഞു, മൂന്നാമത്തെ ട്യൂ, അതാണ് സ്ട്രെസ് വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റിന്, ഗോബഡക് ഒരു പഴയ പ്ലേ ആണ് കേട്ടോ. ഇറ്റ്സ് എ വെരി ഓൾഡ് പ്ലേ. ഗോബഡക് ഈസ് എ tragic play. It's a type of tragic play. Who wrote Gobaduk? Thomas Norton and Thomas Salville. അങ്ങനെയുള്ള വർക്കാണ്. നെക്സ്റ്റ് വൺ, the character who wins the angry crowd over to his side with the funeral speech. Oh, very good. ആർക്കാടോ? ഒരു ഭയങ്കര ക്രൗഡുള്ള പീപ്പിളിൻ്റെ മുന്നിൽ നിന്നിട്ട് ആംഗ്രി സ്പീച്ച് നടത്തുക, അങ്ങനെ ഒരു ഫ്യൂണറൽ സ്പീച്ച് നടത്തിയാരാ? മാർക്ക് ആൻ്റണി. എന്താണ്? ദ സെക്കൻഡ് സെക്സ് ഇസ് എ ബുക്ക് ദാറ്റ് ഡീൽസ് വിത്ത് സെക്കൻഡ് സെക്സ് ബൈ ഫെമിനിസ്റ്റ് ബൈ സൈമൺ ഡി ബുവേ. സൈമൺ ഡി ബുവയുടെ വർക്കാണ് കേട്ടോ സെക്കൻഡ് സെക്സ്. നെക്സ്റ്റ് വൺ, വെയിറ്റിംഗ് ഫോർ ഗോദോ ഇസ് എ
അബ്സോർബ് പ്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും ഓരോ കേട്ട എക്സാം കഴിയുമ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒന്നെങ്കിൽ ഈ വെയിറ്റിംഗ് ഫോർ ഗോദോ ആദ്യം ചോദിക്കും, അല്ലെങ്കിൽ വെയിറ്റിംഗ് ഫോർ ഗോദോയിലുള്ള ക്യാരക്ടേഴ്സിന് വെയിറ്റിംഗ് ഫോർ ഗോദോ ക്യാരക്ടേഴ്സ് ആർക്കാ? ഈസ്ട്രജൻ, മറ്റേരാ ഈസ്ട്രജൻ, മറ്റേതാരടോ? നിങ്ങൾ ആദ്യം ടെക്സ്റ്റ് പഠിച്ചിട്ടില്ലേ? വ്ളാഡിമിർ, ദെൻ ഗോദോ അല്ലേ? ഈ 3 പേരുടെ ക്യാരക്ടേഴ്സ് വേണ്ടി വരുന്നത്. പിന്നെ മെസ്സഞ്ചറും വരുന്നുണ്ട്. ആൻഡ് വൺ മോർ തിങ്, ദ വെയിറ്റിംഗ് ഫോർ ഗോദോ ഈസ് ഒറിജിനൽ റിട്ടൺ ഇൻ വിച്ച് ലാംഗ്വേജ്? ഫ്രഞ്ച് ലാംഗ്വേജിൽ എഴുതുന്ന ഫസ്റ്റ് പ്ലേ ആണ് കേട്ടോ. ഫ്രഞ്ച് ലാംഗ്വേജിലാണ് ഈ പ്ലേ ആദ്യമായിട്ട് എഴുതുന്നത്. പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നതാണ് ഇംഗ്ലീഷിലേക്ക്. മറന്നുകൊണ്ട. ഹു വാസ് ദ ലീഡിംഗ് ലിറ്ററി ക്രിട്ടിക് ഓഫ് വിക്ടോറിയൻ പീരീഡ്? വിക്ടോറിയൻ പീരീഡിൽ ലീഡിംഗ് ക്രിട്ടിക് ആരായിരുന്നു? ആരാടോ? വിക്ടോറിയൻ ഏജിലെ ലീഡിംഗ് ക്രിട്ടിക് അർണോൾഡ്. ഓക്കെ, വെരി ഗുഡ്. ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദിസ് ലൈൻ. മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്. റെഡ് റോസ്. സിമിലി. ഓക്കെ. ഓക്കെ. അടുത്ത ക്വസ്റ്റിന്, എപ്പിസ്റ്റലറി നോവൽ ഈസ് റിട്ടൺ ഇൻ? എപ്പിസ്റ്റലറി നോവൽ ടൈപ്പ് ഓഫ് നോവലാണ്. ലെറ്റേഴ്സ് ഫോം ചെയ്യുന്ന സാധനം എപ്പിസ്റ്റലറി നോവൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. അടുത്ത ക്വസ്റ്റിന്, വാട്ട് ക്യാൻ ബി സെഡ് അബൌട്ട് ദ ഇൻഡോനേഷൻ ഓഫ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് ഇൻഡോനേഷൻ അറിയില്ല ഞാൻ. എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഇൻഡോനേഷൻ എന്താ? റൈസിങ് ആണോ, ഇൻഡോനേഷൻ ആണോ, നോ ഫിക്സ്ഡ് ആണോ, ഫോളിങ് ആണോ? ഫോളിങ് ടു ആണോ എസ് ഓർ നോ ക്വസ്റ്റ്യന്? ഫോളിങ് ടു ആണ്. നമ്മളെപ്പോഴും വിചാരിക്കും റൈസിങ് ടൂൺ അല്ല, ഫോളിങ് ടൂൺ ആണ്. ഓക്കെ. ഹൂ ബാനിഷ്ഡ് പോയിറ്റ് ഫ്രം ഹിസ് ഐഡിയ കോമൺവെൽത്ത്? കോമൺവെൽത്ത് എന്ന് പറഞ്ഞാൽ ഐഡിയ നിന്ന് ആരും ബാനിഷ് ചെയ്ത് ആരാ? അല്ല, ഹൂ ബാനിഷ്ഡ് പോയിറ്റ്സ് ഫ്രം ഹിസ് ഐഡിയ കോമൺവെൽത്ത്? നമ്മളെ ഫിലോസഫിസ്റ്റാണ്. ആരാ? വേം പറയും. പ്ലേറ്റോ. ഇതൊക്കെ എന്തത്ര ആലോചിക്കാനേ? എൻ്റെ കോമൺവെൽത്ത്, എൻ്റെ രാജ്യത്ത് ആരും പാടില്ല, പോയിറ്റ് പാടില്ല. ആരാ പറഞ്ഞത്? പ്ലേറ്റോ പറഞ്ഞല്ലേ. പ്ലേറ്റോയുടെ സ്റ്റുഡൻറ്റ് അരിസ്റ്റോട്ടിൽ പറഞ്ഞെന്താ? അയാൾക്ക് പ്രാന്താണ്, പോയിറ്റ്സാണ് ഏറ്റവും നല്ല ആൾക്കാരത് അല്ലേ. ഓക്കെ. അടുത്ത, ഹൂ അമംഗ് ദ ഫോളോയിങ് പോയിറ്റ്സ് ഈസ് എക്സ്പോണന്റ് ഓഫ് പ്രീ റാഫ്ലെറ്റ് മൂവ്മെൻറ്റ്? പ്രീ റാഫ്ലെറ്റ് മൂവ്മെൻറ്റിൻ്റെ എക്സ്പോണന്റ് ആസാ? ക്രിസ്റ്റീന റോസെറ്റി. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സോടെ നിർത്താം കേട്ടോ. ബാക്കി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നതാണ്. നമുക്കിനി ഓൾമോസ്റ്റ് ഒരു 5-6 ക്ലാസ്സും കൂടി, മാക്സിമം 6-7 ക്ലാസ് കൂടി ബാക്കി ഉണ്ടാവുള്ളൂ. അത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ എടുത്തിട്ട് തീർക്കുന്നതാണ്.